പശുവിന് സംഭവം അറിയാം. ഇന്ന് പൈസ വാങ്ങിയെങ്കിലും എന്റെ നികുതിപ്പണല്ലേ ഫോറസ്റ്റുകാർ തീറ്റിക്കണോ? ഫോറസ്റ്റുകാർ തീറ്റിക്കേണ്ട കാര്യമല്ലോ. അവർ എഴുതിയെടുക്കണോ? അവർ എഴുതിയെടുക്കുന്നത് ഞാൻ പറയട്ടെ. അതെന്തിനാ തീറ്റിക്കുന്നവരെ? നമുക്ക് ഇട്ടുകൂടെ? ഹലോ 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 ജീവിക്കുന്ന കാര്യം നമുക്കില്ല. കാരണം പാവപ്പെട്ട കുറെ ആളുകളെ തലയെ തല്ലി പൊട്ടിച്ചത്. ഈ തല തല്ലി പൊട്ടിച്ചാൽ ആരും ആശുപത്രിയിൽ നിന്ന് മരുന്ന് മേടിക്കാൻ സ്വന്തം പൈസ കൊടുക്കണ്ടേ? സ്വന്തം അധ്വാനിച്ച പൈസ കൊടുക്കണ്ടേ? ആരുമില്ലല്ലോ. ഒരു മനുഷ്യൻ ചെയ്യാമല്ലോ. വണ്ടി എവിടെ നിന്ന് കൊണ്ടുപോകില്ല, അത് ഉറപ്പില്ല. ഫോറസ്റ്റിൽ ഒരു ഉദ്യോഗസ്ഥൻ വരാണ്ട് ഇവിടെ വണ്ടി എടുക്കില്ല. നമുക്ക് അത് മതി, അല്ലാണ്ട് വേറെ ഒന്നും വേണ്ട. തല്ലാനും കൊല്ലാനും വന്നോന്നാണ്. എന്താ തീരുമാനം? എന്താ അങ്ങനെ ചേട്ടാ, ഇതുവരെ ഇതിൽ ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ടില്ല. ഒരാളും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ സമരം ഇവിടെ നിർത്താൻ തീരുമാനിച്ചു. ഈ മൃഗത്തിന്റെ വണ്ടി എടുക്കണം. നഷ്ടപരിഹാരം വേണ്ടെന്ന് പറഞ്ഞു. അവര് കൊടുക്കുന്നത് 10,000 രൂപയാണ്. ഈ ഒരു പശുവിന് ഒരു മാസം പിണ്ണാക്ക് മേടിക്കാൻ അതിലും കൂടുതൽ പൈസ വേണം. ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ ഒരു പശുവിന് പിണ്ണാക്ക് മേടിക്കാൻ അതിലും കൂടുതൽ പൈസ വേണം. 10,000 രൂപ വേണ്ടെന്ന് പറഞ്ഞിട്ട് ന്യായമായി അവൻ 20,000 കാണിച്ച് പോയതാണ്. ഈ സമയം വരെ ഇവിടെ എത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ് വരാത്തെ? എന്തുകൊണ്ടാണ് ഡിഒ വരാത്തത്? മയക്കോട് വെക്കാനുള്ള ഉത്തരവ് കിട്ടി. ഈ നാട്ടിലിറങ്ങിയ ഒരു അവരെ കൊല്ലാക്കറ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് കാട് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അവർ കാട്ടിൽ ജീവിച്ചാൽ മതി. വനം വകുപ്പ് റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കണ്ട, അവർ കാട്ടിൽ കൂടെ വണ്ടി ഓടിച്ചാൽ മതി. നാട്ടിൽ കയറരുത്. ഇവരുണ്ട്, ബന്ധപ്പെട്ട വകുപ്പ് വേറെ ഉണ്ട്. ഇവര് നാട്ടിൽ സംരക്ഷണം തന്നോളൂ. അവർ കാട്ടിൽ അവരുടെ മൃഗങ്ങളുടെ സംരക്ഷണം. നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ മൃഗം കടിച്ച് കൊല്ലുന്നതിന് നല്ലതാണ്. നാട്ടുകാർ ഇതുവരെ ഒരു അധികാരികളുടെ ഭാഗത്തുനിന്നും ഒരു വകുപ്പ് തലത്തിൽ ഇവിടെ ചർച്ച വന്നിട്ടില്ല. വന്നവര് രാഷ്ട്രീയപരമായി സംസാരിച്ച് രാഷ്ട്രീയമായി പോവുകയത്. ഇത് രാഷ്ട്രീയമല്ല ചേട്ടാ. ഇത് നിങ്ങൾക്കും ഇത് കാണുന്ന പ്രേക്ഷകർക്കും എല്ലാവർക്കും ജീവന്റെ നിലനിൽപ്പാണ്. ഈ നിലനിൽപ്പിന് ഇന്നേ വരെ ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരും എന്നാൽ ഇത് ഇന്നത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടില്ല. ഇവര് ട്രെഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ട്രെഞ്ച് ഉണ്ടാക്കിയത് ആന വന്ന് ഇടിച്ചു കളയും. അത് വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുവരെ ഫോറസ്റ്റിന്റെയോ അല്ലെങ്കിൽ തൊഴിലുറപ്പിന്റെ ഭാഗത്ത് പോയിട്ടില്ല. തൊഴിലുറപ്പുകാർ മൊത്തം ഇപ്പൊ തോട്ടത്തിന് പണിയാ. അവർക്ക് ഈ കാട് ഇപ്പൊ ഇത്രയും വളർന്നു, ട്രെഞ്ച് ഉണ്ട്, എന്തുകൊണ്ട് നേരാക്കാൻ പറ്റുന്നില്ല? അവർക്ക് കയറാൻ പേടിയാണ്. ഈ വലിയ പ്രതിഷേധം ഉയർന്നത് നിരന്തരം വന്യജീവി ആക്രമണം ഇവിടെ തുടരുന്ന സാഹചര്യത്തിലാണല്ലോ. അപ്പോൾ ഈ പ്രതിഷേധം അവസാനിപ്പിക്കാൻ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഉപാധി എന്താണ്? കലക്ടർ വരിക, ഞങ്ങളുടെ ഇപ്പം ഈ കാണുന്ന കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുക. അത് ഞങ്ങൾക്ക് സക്സസ് ആയിരിക്കണം. സക്സസ് എന്ന് പറയുമ്പം ഇനി മേലാൽ അങ്ങനെ ഉണ്ടാകരുത്. അതേ ഉള്ളൂ. ഞങ്ങൾ കടുവ വെടിവെച്ച് കൊല്ലാനോ ആനയെ വെടിവെച്ച് കൊല്ലാനോ ഒന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ പറയുന്നത് ഇത്ര മാത്രം, ഇനി മേലാൽ ഞങ്ങൾക്ക് ഇത് വരരുത്. ഞങ്ങളുടെ ജീവന സ്വത്തിനും സംരക്ഷണം തരണം. അത്ര മാത്രമേ ഞങ്ങൾക്ക് പറയുള്ളൂ. കടുവ പിടിക്കാനുള്ള ഓർഡർ ഉണ്ടായിട്ട് പോലും ആനനെ എന്ത് കാണിച്ചു? ഈ നഷ്ടപരിഹാരം എന്നൊരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ, അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം കിട്ടിയിട്ട് എന്ത് കാര്യം? ഇന്ന് 10,000 രൂപ നഷ്ടപരിഹാരം പറഞ്ഞു, നാളെ 20,000 പറഞ്ഞു. എല്ലാ ദിവസവും ഓരോ മൃഗങ്ങളും ഓരോ മനുഷ്യരുമായിട്ട് തീർന്നുകൊണ്ടിരിക്കുക. വയനാട്ടിലുള്ള എല്ലാ ജനങ്ങളും ഇതേപോലെ തന്നെ തീരാനാണോ താല്പര്യം? ശാശ്വതമായ പരിഹാരം